എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്ന് താമസിക്കണമെന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ താജ് പോലെയുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയി ഒരു നൈറ്റ് താമസിക്കാം എന്ന് പറഞ്ഞുതരാം. യെസ്, കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിലുള്ള താജ് യശ്വന്ത്പൂരിൽ ഒരു നൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് താമസിച്ചു. സോ താജ് യശ്വന്ത്പൂർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബാംഗ്ലൂരിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാണ്. അത്യാവശ്യം ലക്ഷൂറിയസ് ഹോട്ടലാണ്. സോ ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്ത റൂം എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ റൂമാണ്. അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു റൂമാണ്. പക്ഷേ എനിക്ക് ആ ഒരു സുപ്പീരിയർ റൂം ഫ്രീ ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്ത് ഡ്യൂലെക്സ് റൂം ആക്കി തന്നു. അതായത് സുപ്പീരിയർ റൂമിന് ഒരു നൈറ്റ് താമസിക്കണമെങ്കിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 10,000 റുപ്പീസ് വരും. ഡ്യൂലെക്സ് റൂം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നൈറ്റ് താമസിക്കാൻ ഏകദേശം 15,000 to 16,000 റുപ്പീസ് വരും. ആ ഒരു സ്റ്റേ ആണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ റൂം കാണാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വലിയ കിങ് സൈസ് ബെഡുണ്ട്, അത്യാവശ്യം വലിയ TV വിത്ത് സബ് വൂഫർ. നിങ്ങൾക്ക് ഇരുന്ന് എഴുതാനൊക്കെ ആയിട്ട് ഒരു വലിയ ടേബിളുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പുറത്തുള്ള വ്യൂ കാണാൻ പറ്റും. യെസ്, അവിടെ സ്വിമ്മിംഗ് പൂളും അതേപോലെ സിറ്റിയും എല്ലാം തന്നെ കാണാൻ പറ്റും. അറ്റാച്ച്ഡ് ആയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കിട്ടിയത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഇവിടെയുള്ള എല്ലാ അമ്യൂണിറ്റീസും യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് കൂടെ പൂളുണ്ട്, വലിയൊരു പൂളാണ്. കിഡ്സ് പൂളും ഉണ്ട്, അതേപോലെ വലിയ പൂളും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ചില്ല് ചെയ്യാം. കുറേ കുടകളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാം, മീറ്റിംഗ്സ് ഒക്കെ കൂടാം. അങ്ങനത്തെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല ജിമ്മും ഉണ്ട്. ആൻഡ് അതും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ഹൈ ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ജിമ്മാണ്. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാ ചെയ്യാനായിട്ട് പറ്റും. സലോൺ ഉണ്ട്. സ്പായും സലോണും എല്ലാം എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബാക്കിയുള്ള അമ്യൂണിറ്റീസ് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. എന്ന് മാത്രമല്ല, നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്കൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ബ്രേക്ക്ഫാസ്റ്റിൽ ഒട്ടനവധി വിഭവങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ലൈക്ക് ഇതൊരു മൾട്ടി ക്യുസീൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അമേരിക്കൻ സ്റ്റൈൽ കാണും, ഇറ്റാലിയൻ സ്റ്റൈൽ കാണും, സൗത്ത് ഇന്ത്യൻ കാണും, നോർത്ത് ഇന്ത്യൻ കാണും. ആൻഡ് ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗേർട്സ്, സാലഡ്സ്, അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈവൻ ആമ്പിൾ എമൗണ്ട് ഓഫ് ഡെസേർട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് വൺ നൈറ്റ് ഫ്രീ ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ താമസിക്കാം എന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇത് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പ്ലാറ്റിനം ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾ പലപ്പോൾ വിചാരിക്കും അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡൊക്കെ എങ്ങനെ നമുക്ക് കിട്ടും, അതിനായിട്ട് ഒരുപാട് ഇൻകം ഒക്കെ വേണ്ടി വരില്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല, അതിനൊരു വഴിയുണ്ട്. ബേസിക്കലി അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഈ ഒരു കാർഡ്, അതായത് പ്ലാറ്റിനം ട്രാവൽ എന്ന് പറഞ്ഞ കാർഡ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് കാർഡ്, അല്ലെങ്കിൽ ഇതിനെ 4 lakh കാർഡ് എന്ന് വിളിക്കും. അതായത് ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വർഷം ഡെഫിനറ്റ്ലി നമുക്ക് പല സ്പെൻഡുകളും വരും. എന്തായാലും ഒരു 4 ലക്ഷമെങ്കിലും നിങ്ങൾക്ക് മിനിമം ഒരു കൊല്ലം സ്പെൻഡിങ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ചിലവുണ്ട് എന്നുണ്ടെങ്കിൽ ആ 4 ലക്ഷം രൂപയും നിങ്ങൾ ഈ ഒരു അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പ്ലാറ്റിനം ട്രാവൽ കാർഡിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 1.9 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15,000 പോയിന്റ്സ് കിട്ടും. എന്നാൽ 4 ലക്ഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ടുള്ള പോയിന്റ് കിട്ടുമെന്ന് മാത്രമല്ല 10,000 രൂപയുടെ താജ് എക്സ്പീരിയൻസ് വൗച്ചർ, 1 ഇയറിലേക്ക് വാലിഡിറ്റി ഉള്ള വൗച്ചർ ഫ്രീ ആയിട്ട് കിട്ടും. സോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടായ എൻ്റെ സ്പെൻഡുകളെല്ലാം 4 lakh വരെയുള്ള സ്പെൻഡുകളെല്ലാം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. അങ്ങനെ 4 lakhൻ്റെ സ്പെൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 10,000 റുപ്പീസ് വേർത്ത് ആയിട്ടുള്ള താജ് വൗച്ചർ കിട്ടി. ഇനി സീസൺ ടൈമിൽ താജ് ഹോട്ടലുകളിലൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂം റെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ജൂൺ ജൂലൈ മാസം ഇപ്പോൾ ഓഫ് സീസണാണ്. ഓഫ് സീസൺ എന്ന് വെച്ചാൽ ഒന്ന് റെയിനിയാണ്, അങ്ങനെ അധികം ആൾക്കാർ വരില്ല. ആൻഡ് ഞാൻ ചൂസ് ചെയ്ത് അത്യാവശ്യം ടൂറിസ്റ്റ് അല്ലാത്ത ഒരു പ്ലേസിലുള്ള താജാണ്. അപ്പോൾ അവിടെ റൂമിനൊക്കെ റെൻറ്റ് ഭയങ്കര കുറവായിരിക്കും. ലൈക്ക് ഒരു ദിവസത്തെ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8,500 9,000 റുപ്പീസിൻ്റെ റെൻറ്റിലൊക്കെ കിട്ടും, വിച്ച് ഈസ് അണ്ടർ ദ ടോട്ടൽ 10,000ൻ്റെ വൗച്ചർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള റൂം ബുക്ക് ചെയ്യാം. ഇനി ഓഫ് സീസൺ സമയങ്ങളിൽ ഇതേപോലെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരുപാട് റൂമുകൾ ഒഴിവ് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു നോർമൽ ബേസിക് റൂമാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിലും വീണ്ടും ആ ഒരു ഹോട്ടലിലേക്ക് വരാൻ വേണ്ടി, നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ റൂം അപ്ഗ്രേഡ് ചെയ്ത് തരും കുറച്ചുകൂടി ഹയർ കാറ്റഗറിയിലേക്ക്. വിച്ച് മീൻസ് ഞാൻ 8,000 9,000 ബുക്ക് ചെയ്ത റൂം ശരിക്കും പറഞ്ഞാൽ മാറ്റിയിട്ട് അവരൊരു 15 അല്ലെങ്കിൽ 20,000 റുപ്പീസിൻ്റെ റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരുന്നു. പക്ഷേ ഞാൻ അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുക്കേണ്ടത് ആ ലോവർ റൂമിൻ്റെ എമൗണ്ട് മാത്രമാണ്. ആൻഡ് അത് ഞാൻ കയ്യിൽ നിന്നല്ല കൊടുക്കുന്നത്, അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഈ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ താജ് വൗച്ചർ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. ഈ കാർഡ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും എന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ടൊന്നും ബുക്ക് ചെയ്യാൻ പാടില്ല.
ഏത് ഹോട്ടലിലാണോ ബുക്ക് ചെയ്യുന്നത് ആ ഒരു ഹോട്ടലിലേക്ക് ഡയറക്റ്റ്, ഇപ്പോൾ ടാജ് തന്നെ വേണമെന്നില്ല, ടാജ്, വിവാൻറ്റ, സെലക്ഷൻസ്, അങ്ങനെ പല ഹോട്ടൽസ് ഉണ്ട് ടാജിൻ്റെ അടിയിൽ. എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ജസ്റ്റ് വിളിക്കുക, നിങ്ങൾ വിളിച്ചിട്ട് പറയാം എനിക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഒരു വൗച്ചർ ഉണ്ട്, അത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ തന്നെ ഫോണിൽ കൂടി നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറയും, ഡേറ്റ്സ് പറഞ്ഞ് നിങ്ങൾ റൂം ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിംഗ് ഓക്കെ ആയി. വേണമെങ്കിൽ ഒരു ലിങ്ക് വരും, ടോക്കണൈസേഷനും കൂടെ ചെയ്ത് ഗ്യാരണ്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്രണ്ടായിട്ട് നിങ്ങൾ ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ടതില്ല. പിന്നെ നിങ്ങൾ അവിടെ പോയി റൂമിൽ പോയി കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു വൗച്ചർ നമ്പറും പിന്നും കൊടുത്താൽ മാത്രം മതി. ഇനി ഇൻ കേസ് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വേറെ എന്തെങ്കിലും വാങ്ങിയെങ്കിൽ മാത്രം ആ ഒരു 10,000 മുകളിലാണെങ്കിൽ മാത്രമേ ക്യാഷ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും വാങ്ങില്ല, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടലി ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇനി ഈ ഒരു പ്ലാറ്റിനം ട്രാവൽ കാർഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 1 ഇയറിൽ 6 lakhs ഒരു ഇൻകമാണ് വേണ്ടത്. ഇനി 6 lakhs ഇൻകം ഉണ്ടെങ്കിലും ഡയറക്റ്റ് നിങ്ങൾ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സൈറ്റിൽ പോയിട്ട് ഒരു കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും റിജക്റ്റ് ആവും. റിജക്റ്റ് ആവാണ്ടിരിക്കാൻ, ഇത് കിട്ടാനുള്ള ചാൻസുകൾ കൂട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വേറെ ആരെങ്കിലും അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു റെഫറൽ മേടിക്കുക. ഈ റെഫറലിൽ കൊടുത്ത 2 ബോണസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ബോണസ് പോയിന്റുകളും കിട്ടും. എൻ്റെ അടുത്ത് ഈ കാർഡ് ഉണ്ട്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഉണ്ടെങ്കിൽ അവർ റെഫറൽ ലിങ്ക് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് റെഫറലിൽ കൂടെ എടുത്തു കഴിഞ്ഞാലാണ് കാർഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ് കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ലൈക്ക് കൊച്ചിയിൽ കൊടുക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് കൊടുക്കുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്, പക്ഷേ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, ആധാർ കാർഡിലുള്ള അഡ്രസ്സ് കോഴിക്കോട്ടിലാണ് അല്ലെങ്കിൽ വേറെ എവിടത്തെങ്കിലും ആണെങ്കിൽ അവിടെ അമെക്സിന് സർവീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. സോ ആ ഒരു ആധാർ കാർഡിലുള്ള അഡ്രസ്സ്, ഇപ്പോൾ റെൻ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ കൊച്ചിയിൽ, ആ ഒരു കൊച്ചി അഡ്രസ്സിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിലാണ് നിങ്ങൾക്ക് കാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനായിട്ട് പറ്റുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.